വിടരുത്, അവന് വിടരുത്. എവിടെ പോയി? അതവിടെയുണ്ട്, ആ മരത്തിനടിയില്. എന്താ സംഭവിച്ചേ? വീട്ടിലൊരു എലി. ഓഹോ, കാട്ടിൽ മുഴുവൻ നല്ല തേക്കിൻ തടിയുണ്ട്. കിറ്റി, വേഗം കഥ അടച്ചോ, ഇവിടെ എലിയുണ്ട്. അടികൈ. അല്ല, കൈയടിച്ചാലേ പിന്നെ എങ്ങനെയാ ഞങ്ങൾ എലിയെ പിടിക്കുക? നീ കൈ അടിക്കണ്ടേ, എലിയെ പിടിക്ക്. എന്നിട്ട് ദൂരെ എവിടെങ്കിലും വിട്ടേച്ചു വാ. ഓ, ഉത്സവ പറമ്പിൽ കിട്ടും നല്ല മുറുക്ക്. എന്റെ കിറ്റി, വേഗം കഥ തുറക്ക്. അടികൈ. നിക്കടാ അവിടെ, എങ്ങോട്ടാ ഓടുന്നേ? എന്റെ പൊന്നു കുഞ്ഞലി, വന്നു കഴിഞ്ഞു. ഇതാ വിക്കി, നിന്നെ ഞാൻ കൈയോട് പൊക്കി. അല്ല വിക്കി, നീ എങ്ങനെ ഇവിടെ? നീ എന്നെ കാണാൻ വരുന്നില്ല, അതുകൊണ്ട് നിന്നെ വന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ജോർദാറെ പൊപ്പട്ടെ, ഇത് ഞങ്ങളുടെ കുഞ്ഞുനാളിലെ കൂട്ടുകാരനാ വിക്കി. വിക്കി, ഇതാണ് ജോർദാർ, അത് പൊപ്പട്ട്. ഹലോ. വാ, ഉള്ളിലേക്ക് വാ. അല്ല, നീ ഞങ്ങളെ കാണാൻ വന്നതാണോ അതോ വേറെ വല്ല ജോലിയായിട്ട് വന്നതാണോ? മുത്തശ്ശൻ ഇവിടെ ഒരു വീട് നോക്കിയിരിക്കുകയാണ്, അത് ഫൈനൽ ചെയ്യാൻ വേണ്ടി വന്നതാ. ഗിറ്റാർ. ഞാൻ കരുതിയത് ഹണി വായിക്കുന്നു എന്നാണ്. സോറി, നിങ്ങളെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്തു. ഇത് ഞാനാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ ഹൃദയം കവർന്നു എന്നാണ്. ഇല്ല ഇല്ല, ഞാൻ പിന്നെ കിറ്റി, ഇതെന്റെ കൂട്ടുകാരനാ വിക്കി. വിക്കി, ഇത് ഞങ്ങളുടെ ഫ്രണ്ട് കിറ്റി. നൈസ് ടു മീറ്റ് യു. ഓ, അങ്ങ് വളരെ മനോഹരമായി ഗിറ്റാർ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനേക്കാൾ നന്നായിട്ട് പ്ലേ ചെയ്യും. ഈ സംഗീതം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഡാൻസ് ചെയ്യാനാണ് തോന്നുന്നത്. എന്നാ പിന്നെ ഡാൻസ് കളിക്കൂ. ഇന്നാ ഇത് പിടിച്ചോ, എന്നിട്ട് നന്നായിട്ട് പ്ലേ ചെയ്യേ. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഡാൻസ് കളിക്കട്ടെ. ഞാൻ തളർന്നു. ഓ, അങ്ങ് മനോഹരമായിട്ട് ഡാൻസും കളിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലും അത് മനോഹരമായി തന്നെ ചെയ്യും. വിക്കി ഞങ്ങളുടെ ഇടയിലെ ഹീറോ ആയിരുന്നു. കണ്ടാലും അങ്ങനെ തന്നെയുണ്ട്. അങ്ങ് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. വൈകിട്ട് ഞാൻ എത്തിയേക്കാം. ഇപ്പോ വീട് നോക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കേ. ആട്ടെ, ഈ MC നഗർ എവിടെയാണ്? റെയിൽവേ സ്റ്റേഷന്റെ പുറകിലാ, ഇടതുവശത്ത്. അഡ്രസ് പറഞ്ഞു തരൊന്നും വേണ്ട, കൂടെ വന്ന് കാണിച്ചാ മതി. ആ, വരൂ കൂട്ടുകാരെ, നമുക്കെന്നാ ഒരുമിച്ച് പോകാം. എടാ കഴുതേ, റേസിന് വരുന്നുണ്ടോ? ഇല്ല. ഇവനൊട്ടും തന്നെ ധൈര്യമില്ല, പേടിത്തൊടനാ. പബ്ലിക് റോഡിലെ റേസ് നടത്താൻ പാടില്ല. അതെയോ? എടാ കണ്ടോടാ, ഒരു സ്കൂട്ടറിൽ 3 മണ്ടന്മാർ ഒന്നിച്ചു പോകുന്നത്. റേസിൽ അത്രയും താല്പര്യമാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കാം. റെഡി, സ്റ്റഡി, ഗോ.
അത് ശരി, എന്റെ അടുത്താണോ നിങ്ങളുടെ കളി? ഓടിക്കോ ഓടിക്കോ. വിക്കി, ബ്രിഡ്ജ് പൊളിഞ്ഞു കിടക്കാണ്. മുറുക്ക പിടിച്ചിരുന്നോ? ഇത് അപാരം തന്നെ. എന്താ മതിയായോ? അതോ വീണ്ടും ഒരു റേസ് നടത്തണോ? അയ്യോ വേണ്ട എന്റെ ചേട്ടായി, നിങ്ങൾ ജയിച്ചു, ഞങ്ങൾ തോറ്റു. ഇനി റേസ് ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. വിക്കി, നീ തന്നെയാണ് യഥാർത്ഥ ഹീറോ. ഇവന്മാരെ ഇതുവരെ ആരും തന്നെ ജയിച്ചിട്ടേ ഇല്ല. നിന്നെ പോലെ ബൈക്ക് ആർക്കും ഓടിക്കാൻ കഴിയില്ല. കൊച്ചളിയാ, നീ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ പോലെ ആരും ഇവിടെ ബൈക്ക് ഓടിക്കില്ല എന്നാണ്. ആ, പക്ഷെ വിക്കിയാണ് ബെസ്റ്റ്. ശരി, വേഗം വണ്ടി എടുക്ക്, നമുക്ക് MC നഗറിലേക്ക് പോണം. നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, എനിക്ക് വീട്ടിലേക്ക് പോണം. ഇവൻ എന്താ പറ്റിയേ? എനിക്ക് തോന്നുന്നത് റേസ് കാരണം അവൻ പേടിച്ചു എന്നാ. ശരി, നമുക്കെന്നാ പുറപ്പെടാലോ അല്ലേ? ആ, എന്നാ പിന്നെ ശരി, എനിക്ക് MC നഗറിൽ നിന്നും എന്റെ റേസിംഗ് കാർ എടുക്കേണ്ട കാര്യമുണ്ട്. നമുക്കെന്നാ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോകാം. ഹണി, നിനക്കെന്താ പറ്റിയേ? പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? വിക്കിയോട് പോയി ചോദിക്കേ, നിന്റെ അനിയനിപ്പോ അവനല്ലേ. അല്ല, നമ്മുടെ വിക്കി എവിടെ? എന്റെ പോക്കറ്റിലുണ്ട്, എടുത്തു തരട്ടെ നിനക്ക്? അല്ല, ഇവനെന്താ സംഭവിച്ചത്? എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, വിക്കി റേസർ ബില്ലു ഉണ്ടല്ലോ, അവനെ തോൽപ്പിച്ചു അത്രേ. ആ, ഗിറ്റാർ വായിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, നല്ല കഴിവുണ്ട്. വിക്കി റിയൽ ഹീറോയാണ്, സംശയമുണ്ടോ? ഹീറോ ആണെങ്കിലേ നീ അവന്റെ അടുത്തേക്ക് പോയിക്കോ, എന്റെ അടുത്ത് എന്തിനാ വന്ന് നിൽക്കുന്നത്? നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ആര് നോക്കിയാലും വിക്കി വിക്കി എന്ന് പറഞ്ഞോണ്ടിരിക്കുക. എന്നെ കുറിച്ച് ആരും തന്നെ ആലോചിക്കുന്നില്ല. ബണ്ണി, നീ വിക്കിയെ നിന്റെ അളിയനായിട്ട് ദത്തെടുത്തോ. ഇനി ഞാൻ നിന്റെ ആരുമല്ല. നിനക്കെന്താടാ വട്ടാണോ? അവൻ കൂട്ടുകാരനാ, പക്ഷെ നീ എന്റെ എല്ലാമാണ്. അതെ, അവൻ ഇന്നാണ് വന്നത്, പക്ഷെ നമ്മള് പഴയ സുഹൃത്തുക്കളാ. നിന്നെ വെച്ച് നോക്കുമ്പോൾ അവൻ ഒന്നും തന്നെയല്ല, സംശയമുണ്ടോ? നീയാടാ ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത്. ഐ ആം സോറി, ഞാൻ കുറച്ച് അസൂയപ്പെട്ടു പോയി. അവൻ 2 ദിവസമേ ഉണ്ടാകുകയുള്ളൂ, എന്നാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചുണ്ടാവും. ശരി, വാ, നിന്റെ മൂടൊക്കെ ഒന്ന് മാറ്റ്. വിക്കി അവന്റെ സ്പോർട്സ് കാറിൽ നമ്മുടെ പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുക. അവൻ പെട്രോൾ അടിച്ചിട്ട് ഇപ്പൊ വരും. വാ, നമുക്ക് പുറത്ത് അത് നിൽക്കാം. ശരി, എന്നാ വാ. ശരി. ഹായ് വിക്കി. ഞാൻ പോയി പെട്രോൾ അടിച്ച് വേഗം വരാം. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നു, വയറു നിറച്ച് ഐസ്ക്രീം കഴിക്കുന്നു, അടിച്ച് പൊളിക്കുന്നു. ബൈ. ഓക്കെ, ബൈ. വേഗം വരണേ. നമ്മളെയല്ലേ അവൻ തോൽപ്പിച്ചത്, അതിന് ഞാൻ പകരം വീട്ടി. അവന്റെ കാറിന്റെ ബ്രേക്ക് ഞാൻ അങ്ങ് അഴിച്ചെടുത്തു. വേഗം വാ, വിക്കിയെ നമുക്ക് രക്ഷപ്പെടുത്തണം. ആ, ഹണി, വേഗം പോ. വിക്കി, കാറിന്റെ ബ്രേക്ക് ഫെയിലിയർ ആണ്. എന്ത്? ബ്രേക്ക് ഫെയിലിയർ ആയിരുന്നു? നീ ലെഫ്റ്റിലേക്ക് തിരികെ, അവിടെ ട്രാഫിക് വളരെ കുറവാണ്. വിക്കി, കൈതാ. സ്പീഡ് കൂടുതലാണ് ബണ്ണി, ഞാൻ താഴെ വീഴും. വേഗം ചാട്, വേഗം ചാട്. എടാ, ഇത്രയും സ്പീഡിൽ ചാടിയാലേ ഞാൻ നേരെ മുകളിലോട്ട് പോകേണ്ടി വരും. വിക്കി,
ഹണി നീ എങ്ങോട്ടാ പോകുന്നേ? വിക്കിയെ രക്ഷിക്കാൻ വേണ്ടിട്ട്. പക്ഷെ വിക്കി പുറകിലാണ്. വിക്കി വേഗം ചാടിക്കോ, ചാടിക്കോ. വിക്കി നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എടാ, ഹണി കാരണമാണ് ഇന്നെന്റെ ജീവൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ ട്രെയിനിൽ കുടുങ്ങി ചമ്മന്തിയാനെ. കണ്ടോടാ ബണ്ണി, ഞാനാണ് എല്ലാവരുടെയും ഹീറോയെ രക്ഷിച്ചത്. യഥാർത്ഥ ഹീറോ നീ തന്നെയാണ് എന്റെ ചക്കരെ. എന്റെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ആ നീ എത്ര മനോഹരമായിട്ടാണ് സ്കൂട്ടർ ഓടിച്ചത്. തലകുത്തനെ കിടന്നാ വിക്കി അവൻ രക്ഷിച്ചത്. സംശയമുണ്ടോ? ഇനി ഗിറ്റാറും ഞാൻ നന്നായിട്ട് പ്ലേ ചെയ്യും. അപ്പോൾ ഞാനും ഒരു ഹീറോ ആയിട്ട് മാറുമല്ലേ കൊച്ചളിയാ.